അതായത് ഞങ്ങളെപ്പോലെ ട്രെയിനിങ് കുറച്ച് പേരുണ്ട്, ഞങ്ങൾ മാത്രമാണ് അവിടെ കുറച്ച് നന്നായിട്ടുള്ളൂ. ബാക്കി സീനിയേഴ്സായിട്ടുള്ള സ്റ്റാഫുണ്ട് കുറേ പേര്, അവരും അവിടുത്തെ മാനേജ്മെൻറ്റും ഒന്നും ശരിയല്ല. ആരും, ചില ഡോക്ടേഴ്സ് പോലും ശരിയല്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് നമ്മളെ ഭാഗത്തേക്ക് എങ്ങനെയാണ് തെറ്റ് കൊണ്ടുവരാന്നല്ലാതെ അവർ നമ്മളെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ നോക്കില്ല. അതുകൊണ്ട് ഞാൻ അവളുടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇറങ്ങണേൻ്റെ സമയത്ത്, അതായത് ഞാനായിരുന്നു അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഈ പറയുന്ന GM അവിടുത്തെ ഞാൻ ട്രെയിനിങ് വരുന്നത് കയറിയതിൻ്റെ മുന്നേ ആയിരുന്നു അയാളോട് GM ആയിരുന്നു. അതിന് ശേഷം അയാളോട് പോയിരുന്നു. പിന്നെ ഞാൻ ഇറങ്ങി ഈ ഒരു 2-3 മാസം ആയിട്ടുള്ള അയാളവിടെ പിന്നെയും ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ കുറേ പേര് അയാൾ കാരണം അവിടെ നിന്ന് ഇറങ്ങി. അയാൾ ഇതുപോലെ കുറേ പേര് ടോർച്ചർ ചെയ്തിട്ട് ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, അവളും ഈ അടുത്താണ് ഇറങ്ങിയത്. അവിടെ നിന്ന് പറ്റണില്ല, അവിടെ നിൽക്കാൻ പറ്റില്ല, ചെയ്യാം വിളിച്ചിട്ട് എന്നോട് പറയും ഞാനായിരുന്നു അവളുടെ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഞാൻ. പക്ഷെ അവിടെ ഞാൻ വന്ന്, അപ്പോൾ അവളവിടെ കയറിയിട്ട് 1 year ആവണുള്ളൂ. ഞാൻ പറഞ്ഞ് 1 year ആവണതിന് മുന്നേ അവിടുന്ന് ഇറങ്ങാൻ. എനിക്ക് ഒരുപാട് ഇതിനേക്കാളും ഇവള് അനുഭവിച്ചതിനേക്കാളും ഒരുപാട് ബാഡായിട്ടുള്ള എൻ്റെ സിറ്റുവേഷനേക്കാളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇനിയും ജീവിക്കേണ്ടതല്ലേ, നമ്മൾ ഒന്നിനും പേരിൽ നമ്മളെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് പിടിച്ചിരുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. ഇവളിങ്ങനെ ചെയ്യുന്ന ആളല്ല, ഒരിക്കലും ഉള്ളതിനെ ചിന്തിക്കുക പോലുമല്ല, അതെനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ അയാൾ അത്രയും അവളെ എന്തോ അത്രയും അവളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും അയാൾ പറഞ്ഞിട്ടുണ്ടാവുന്നതിലേക്ക് 100% ഉറപ്പാണ്. അത് മാനേജ്മെൻറ്റ് തീരെ ശരിയല്ല. മാനേജ്മെൻ്റ് ആയാലും അവിടുത്തെ സീനിയർ സ്റ്റാഫായാലും ആരും ശരിയല്ല.